ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സയൻസ് ഫാമിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പഴയ മോട്ടറിന് CPR കൊടുക്കാൻ പോകട്ടോ. അതായത് ഒരു പഴയ മോട്ടർ നന്നാക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ ആ മോട്ടർ എടുത്തിട്ട് വരാം. എൻ്റെ അമ്മച്ചി എന്നാ ഒരു വെയിറ്റ്, ഒരു 10-15 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പഴയ സാധനം ആകുമ്പോഴത്തേക്കും ക്വാളിറ്റി കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും വെയിറ്റ് കൂടുതൽ. നല്ലോണം കോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പഴയ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും എന്തോരം പഴക്കം ഉണ്ടെന്നായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിനൊരു 55 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു മോട്ടറിന്. 55 ഇയേഴ്സ് ഓൾഡ് മോട്ടറാണ്. അപ്പോൾ കറക്റ്റ് ഞാനൊരു ഊഹം പറഞ്ഞാണ്. കറക്റ്റ് പറയണമെങ്കിൽ എന്തായാലും ഒരു 55 to 60 വർഷം പഴക്കമുണ്ട്. കറക്റ്റ് അറിയണമെങ്കിൽ ഇതിനകത്ത് ഈ പ്ലേറ്റ് ഫുള്ള് തുരുമ്പിച്ചിരിക്കുകയാണ്. അതായത് ചിലപ്പോൾ ഡേറ്റ് കാണുമായിരിക്കും. നമ്മളൊന്ന് ക്ലീൻ ആക്കി നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ഡേറ്റ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അഴിച്ച് റീസ്റ്റോർ ചെയ്യാൻ പോകുന്ന മോട്ടർ. ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്തെങ്കിലും സാധനങ്ങളൊക്കെ അഴിച്ച് നന്നാക്കുമ്പോഴത്തേക്കും പാർട്സൊക്കെ മിച്ചം വരുത്തുന്ന ആൾക്കാർ ദയവ് ഇത് ട്രൈ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു 2-3 സ്ക്രൂ കൂടെ മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. അത് സ്ക്രൂ അല്ലേ. അപ്പോൾ ഈ സാധനം ഫുള്ള് തുരുമ്പാണ്. ഇതിൻ്റെ ഷാഫ്റ്റിലൊക്കെ ഫുള്ള് കുഴിത്തുരുമ്പ് കൊണ്ടിട്ടുണ്ട്, കുഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനാണ് ഈ കുഴിത്തുരുമ്പ് എന്ന് പറയുന്നത്. തുരുമ്പ് കൂടുതലായിട്ട് ആ മെറ്റൽ കുഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുഴിത്തുരുമ്പായി. എന്താണേലും അങ്ങനെ ഭയങ്കരമായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് തുരുമ്പ് കളയാനായിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ, ഒരു എളുപ്പ വഴിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്തിട്ട് തുരുമ്പ് കളയുന്നത്. വേണമെങ്കിൽ ആ വഴി നമുക്ക് പ്രയോഗിക്കാം. അല്ലെങ്കിൽ ക്ലീനിങ്ങിലേക്കൂടെ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും എന്തോരം ക്ലീൻ ആവും നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് തുരുമ്പുള്ളത് ആ ഒരു വഴി കൂടെ നമുക്ക് തുരുമ്പ് കളയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് മുഴുവൻ ഒന്ന് പൊടി കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ എല്ലാം അഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് WD-40 യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ WD-40 ഈ സ്ക്രൂയെ കൂടെ ഒക്കെ ഇങ്ങനെ അടിച്ചു വിടുവാണെങ്കിൽ അതിന് പെനട്രൻ്റാണിത്. പെനട്രേറ്റ് ചെയ്ത് സ്ക്രൂ ഒക്കെ ലൂസാവും. പിന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രയോഗിക്കാം. അങ്ങനെ നമ്മൾ മോട്ടർ ഫുള്ള് ഡിസസംബിൾ ചെയ്തു. ഫുൾ പീസാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാര്യമായിട്ട് അങ്ങനെ തുരുമ്പൊന്നും കയറിയിട്ടില്ല കേട്ടോ. അതാണ് പിടികിട്ടാത്ത. ഒരു 8-10 വർഷമായിട്ട് ഇങ്ങനെ മഴ വെയിലൊക്കെ കൊണ്ട് കിടക്കുമായിരുന്നു. അതിനു മുന്നേ വീടിനകത്തായിരുന്നിരുന്നത്. എന്നാലും ഒരു 55-60 വർഷം അടുത്ത് പഴക്കമുള്ള മോട്ടർ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷൻ ആക്കാൻ പറ്റുന്ന രീതിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റീപ്ലേസ് ചെയ്യേണ്ട സാധനം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കപ്പാസിറ്റർ കണ്ടില്ലേ, ഇതൊക്കെ ഫുൾ തുരുമ്പിച്ചൊക്കെ പോയതാണ്. ഇതൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇതിൻ്റെ ഈ റോട്ടറിലുള്ള 2 ബോൾ ബെയറിങ് അത് ഊരി വരികയായിരുന്നു. ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് ഊരി മാറ്റി ചെയ്ത് അത് റീപ്ലേസ് ചെയ്യണം. പിന്നെ ബാക്കിയെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി നല്ല സൂപ്പർ മോട്ടറാക്കി എടുക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, പ്ലാൻ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്നത് ഡീസൽ വെച്ചാട്ടോ. കേട്ടോ, അപ്പോൾ ഡീസൽ വെച്ച് ഇതേലത്തെ ഈ ഗ്രീസൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാം. ഓരോന്നായിട്ട് ഞാനിപ്പോൾ ഇൻഡോർ കയറി വന്നു. അകത്തോട്ട് എല്ലാം കൊണ്ട് സെറ്റ് ചെയ്തു. പുറത്തൊക്കെ ഭയങ്കര മഴ, ഒട്ടുക്കത്തെ തണുപ്പും മഞ്ഞൊക്കെ ഇറങ്ങുന്ന രക്ഷയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീനിങ് തുടങ്ങാം.
ഡിസ്പോസിബിൾ ഗ്ലൗസിൽ ഡീസൽ പറ്റുമ്പോഴത്തേക്കും ഇതാണ് സംഭവിക്കുന്നത്. നോക്കി, ഇത്രയും ഭാഗത്ത് വിരലെല്ലാം വലുതായിപ്പോയി. എന്തായാലും കയ്യിൽ ഡീസലൊന്നും ആയില്ല, അങ്ങനെ കൊണ്ടുണ്ടായി. അപ്പോൾ നമ്മൾ ചെറിയ പാർട്സ് എല്ലാം അവിടെ അത്യാവശ്യം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഈ വിരലും ഇങ്ങനെ ആയില്ലേ. ഇനി നമുക്ക് ബാക്കി കുറച്ച് വലിയ പാർട്സ് ഉള്ളതൊക്കെ ഒന്ന് കഴുകാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗ്ലൗസ് മാറ്റിയിട്ട് ബാക്കി കൂടെ കഴുകാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ മോട്ടറിൻ്റെ പാർട്സ് എല്ലാം ഡീസൽ ഒഴിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ അതിനകത്ത് പെയിൻ്റൊക്കെ കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കണ്ടല്ലേ ഫുള്ള് ഇതിനകത്ത് കൊണ്ട് വെച്ചേക്കുക. ഓരോ പീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലെ കുറച്ച് പെയിൻറ്റ് കളഞ്ഞ് നോക്കില്ല കേട്ടോ. പെയിൻറ്റ് കളയാനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഡ്രില്ലറയിൽ ഇതുകൊണ്ടൊരു വയർ ബ്രഷ് ഇട്ടിട്ട് അതുകൊണ്ടാണ് നമ്മൾ കളയുന്നത്. അപ്പോൾ ഇത്ര നന്നായിട്ട് പെയിൻറ്റ് പോകുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഇത്രയും പാർട്സ് ഇതുപോലത്തെ പെയിൻ്റൊക്കെ കളഞ്ഞെല്ലാം പക്ക ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ മെറ്റൽ പ്രൈമർ അടിച്ചു കഴിഞ്ഞാലേ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ പ്രൈമർ അടിക്കാം അല്ലേ. നല്ല കട്ടിയിൽ തന്നെ പ്രൈമർ വരും. അപ്പോൾ അതിപ്പോൾ നല്ല പക്ക യെല്ലോ കളറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബെയറിങ് ഏറ്റിട്ടുണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് പറ്റുന്നുണ്ട്, ലാസ്റ്റ് തുടച്ചുടഞ്ഞാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ അതായത് നമുക്ക് ഇത് ഫുള്ള് ഒരു കൂട്ട് പ്രൈമർ അങ്ങ് അടിച്ച് അടിപൊളിയാക്കാം. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ഈ പാർട്സിനെല്ലാം നമ്മൾ പ്രൈമറൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല യെല്ലോ കളറാണ് പ്രൈമർ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ പെയിൻ്റായിട്ട് ഗ്രീൻ പെയിൻ്റാണ് ഇതിൽ അടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്ന പ്ലേറ്റൊക്കെ ഉണ്ട്. ഇത് നമുക്കൊന്ന് മാസ്ക് ചെയ്തിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പെയിൻറ്റിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് എല്ലാ പാർട്ടും പെയിൻ്റ് അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗ്രീൻ കളർ പെയിൻ്റാണ് അടിച്ചേക്കുന്നത്, അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊക്കെ റീഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഒന്ന് മിച്ചം വരായിരുന്നാൽ മതിയായിരുന്നു. ഈ ടേബിളിന് ഇച്ചിരി ബലക്കുറവുണ്ട്, കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബേസ് തന്നെ വെച്ചങ്ങ് മുറുക്കാം ആദ്യമേ, അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് നിലത്തോട്ട് വെക്കാമല്ലോ. കയറുകയല്ലേ. അപ്പോൾ ഇത് ഊരിപ്പോയി. അപ്പോൾ ഈ മോട്ടറിലത്തെ 2 ബോൾ ബെയറിംഗ് നമ്മൾ റീപ്ലേസ് ചെയ്യാം കേട്ടോ. നമ്മൾ പുതിയ 2 ബോൾ ബെയറിംഗ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലാസ്റ്റത്തെ ഈ ഫ്രണ്ടിലെ കവറും കൂടി ഇട്ടങ്ങ് അടച്ചാൽ മതി. ഫ്രണ്ടിലെ കവർ ഇടുന്നു. റൈറ്റ്, എൻ്റെ അമ്മച്ചി, നമ്മളങ്ങനെ മോട്ടർ ഫുള്ള് തിരിച്ച് അസംബിൾ ചെയ്തു. ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് തിരിച്ച് വയർ ചെയ്യുക കേട്ടോ. വയർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഈ മരത്തിനടിയിലോട്ട് വന്നേ, ചെറിയ ചാറ്റ മഴ. അപ്പോൾ വയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ മോട്ടറിനകത്തു നിന്ന് ഈ സൈഡിൽ 3 വയർ, ഈ സൈഡിൽ 3 വയർ, കണ്ടില്ലേ. അവിടുന്ന് ഇവിടുന്ന് 3 വയർ വീതം വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഇവിടെ പവർ കൊടുക്കാനുള്ള 3 വയർ, അതുപോലെ കപ്പാസിറ്ററിൻ്റെ 2 വയർ. ആകെ മൊത്തം അപ്പോൾ 11 വയറോ, 5 6 5 11, അത് തന്നെ 11 വയർ. ആക്ച്വലി ഇത് അയച്ചപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കണ്ടായിരുന്നു തോന്നുന്നു. എന്നാലും നമുക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ,
ഈ മോട്ടർ തിരിച്ച് അസംബിൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും മോട്ടറിന് കുറച്ച് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് തവണ അസംബിൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും അത്ര സെറ്റായില്ല. വീണ്ടും ഒന്നുകൂടെ അഴിച്ച് അസംബിൾ ചെയ്യേണ്ടി വന്നു. അതാണ് സംഗതി. എന്തായാലും സംഗതി ഇപ്പോൾ പക്ക അസംബിൾ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി വയറിങ് മാത്രം കറക്റ്റ് ആണെങ്കിൽ വർക്ക് ആകുമായിരിക്കും. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് എന്തായാലും വയർ ചെയ്യാം. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി ഇവിടെ ഇരിക്കട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഒരു വാഷർ ഇട്ടേക്കാം അല്ലേ? ഒരു വാഷറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വാഷർ ഇടുന്നു, 2 വയർ കയറ്റി വിടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വയറിങ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു ഐഡിയക്ക് ചെയ്തതാണ്. ഇനി വർക്ക് ചെയ്തില്ലെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്യാമല്ലേ ഇനി? അതേ ഉള്ളൊരു ഭയം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേറ്റും കൂടെ വെച്ച് നമുക്ക് അടച്ച് പിന്നെ കുറച്ച് പെയിൻറ്റ് പോയേക്കുന്നതൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്തു, വയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വയറിംഗ് ഒക്കെ ശരിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത് കറങ്ങുന്നുണ്ടെങ്കിൽ, കറങ്ങിയാൽ കാണാനായിട്ട് ഞാനിവിടെ ചെറിയ ടേപ്പിൻ്റെ പീസും ഒട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിന്ന് ഓണാക്കി നോക്കാം. സേഫ്റ്റി ഫസ്റ്റ്. പേടിക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല. വയറിങ് കറക്റ്റാണ്, പ്രശ്നമൊന്നുമില്ലാണ്ട് തന്നെ കറങ്ങുന്നുണ്ട്. ചുമ്മാതല്ല ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത്. ഇതൊരു 10-60 കൊല്ലം പഴക്കമുള്ള മോട്ടർ. അതിൻ്റെ കമ്പനിയുടെ പേര് കിൽബേൺ എന്നാണ് കേട്ടോ. കിൽബേൺ എന്നാണ് കമ്പനിയുടെ പേര്. മെയ്ഡ് ഇൻ കൽക്കട്ടയാണ്. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിന് അത്രയും പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. വലിയ കാര്യമായിട്ടുള്ള റീസ്റ്റോറേഷൻ ഒന്നും നമ്മളിന്നെ ചെയ്തിട്ടില്ല. കോയിൽ വേറെ വൈൻഡ് ചെയ്യുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. കോയിലെല്ലാം പക്ക കണ്ടീഷൻ തന്നെയായിരുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും തുരുമ്പ് പോലും കയറിയിട്ടില്ലായിരുന്നു. ലോ RPM ആണ്, 1420 RPM-ലാണ് ഈ മോട്ടർ കറങ്ങുന്നത്. ഇതിൻ്റെ സൈഡിലുണ്ടായിരുന്ന പ്ലേറ്റിൽ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മഴയത്ത് കിടന്ന് അതിൻ്റെ പെയിൻ്റെല്ലാം ഇളകി നമുക്ക് വായിക്കാൻ മേലാണ്ടായിപ്പോയി. ഒന്നൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഏത് വർഷമാണിത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. ഒരു 8-10 കൊല്ലമായിട്ട് ഏറെക്കുറെ മഴ കൊണ്ട് കിടക്കുമായിരുന്നു. ഒത്തിരി നനയുന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മഴയത്ത് കിടക്കുന്ന ഒരു മോട്ടറായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും നല്ല കണ്ടീഷൻ തന്നെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് പറ്റി. പിന്നെ ആകെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം, ഇത്രയും പഴക്കമുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനും അതുപോലെ തന്നെ അങ്കിളും ഒക്കെ വളരെ ചെറുപ്പത്തിൽ തൊട്ട് ഈ മോട്ടർ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊരു ബഫിംഗ് വീൽ ഇട്ടിട്ട് മോതിരമൊക്കെ ബഫ് ചെയ്ത് തിളങ്ങുന്ന പോലെ ആക്കി എടുക്കാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു മോട്ടറാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മോട്ടർ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്തത്. ചുമന്നുകൊണ്ട് നടന്ന് നടുവിൻ്റെ പണി തീർന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും മോട്ടർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സീനും ഇല്ല. നല്ല ഒരു തരി പോലും സൗണ്ടും ഇല്ല. നല്ല ക്ലീനായിട്ട് കറങ്ങുന്നു. ഷോക്ക് അടിക്കുന്ന പരിപാടിയൊക്കെ മാറി. പെയിൻ്റൊക്കെ അടിച്ച് നല്ല പുത്തൻ മോട്ടറായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലേ ഇനിയിപ്പോൾ ഇതിനൊരു ഉപയോഗം കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.